ഞങ്ങളുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മറീന ഹോം സ്റ്റേ എങ്ങനെയാണ്? മറീന ഹോം സ്റ്റേ അടിപൊളി, നല്ല ഉഷാറേരി. നമ്മളിവിടെ നിന്ന് കണ്ട് അടിപൊളിയാക്കി ഉഷാറാക്കി. നല്ല സന്തോഷമുള്ള സ്ഥലമാണ്, നല്ല അടിപൊളി സീനറിയുള്ള സ്ഥലമാണ്. നല്ല ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇവിടെ വന്ന് ഇന്നത്തെ വ്ലോഗ് എല്ലാരും കണ്ടില്ലേ? എല്ലാരും കണ്ടില്ലേ? അപ്പൊ ബാക്കി വീഡിയോസ് ബാക്കിയുള്ള ഇപ്പം അതായത് നമ്മളിവിടെ വന്നിട്ട് ഞങ്ങള് എന്താ പറയാ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചാണ്ട് അതെ നല്ല നല്ല എന്താ ഫുഡ് എന്തേലും ഉച്ചത്തെ അവസ്ഥ? ഫുഡൊക്കെ ഉഷാറാണ്. ഫുഡ് മാത്രല്ല, ഇവിടെ എല്ലാ ആളുകളും നല്ല ഉഷാറാണ്. നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് തരുന്നേ. നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് തരുന്ന ആളുകളാണ് വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാം കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. പിന്നെ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തന്നാ നമ്മളെ റഷീദ് ഉണ്ട് ഇവിടെ. റഷീദ് പൊതുവെ ഞാൻ റിസോർട്ടുകളിലൊക്കെ പോയില്ലേ, അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഓരോ ഡ്യൂട്ടി മാത്രം ചെയ്യാന്നുള്ളൊരു നിലപാടാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവര് നമ്മളെ കൂടെ ഉണ്ടല്ലോ, നമ്മളെ കൂടെ വന്ന മാതിരിയാണ് എനിക്ക് പോലെ ഫീൽ. നമ്മളെ കൂടെ വന്ന മാതിരി നമ്മളെ കൂടെ വന്ന മാതിരി. എന്താ റഷീദ് ഇതാണ് പിന്നെ നമ്മളെ എല്ലാ ചെയ്ത് തരുന്ന വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. റഷീദ് ഖാന്റെ ഇന്നലെ ഇവിടെ വന്നു, നല്ല ഊണ് കഴിച്ച് നല്ല എന്താ ചിക്കൻ ചില്ലി നല്ല അടിപൊളി ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം വിളമ്പി തരുന്ന പ്രത്യേക സ്നേഹമുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടല്ല ഞങ്ങളെ കണ്ടത്. ഞങ്ങൾ ഒരേമാതിരി ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് വന്ന മാതിരിക്കാണ് ഞങ്ങളിവിടെ പെരുമാറുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നമ്മുടെ റഷീക്ക കണ്ടോ, ഇതാണ് നമ്മുടെ റഷീക്ക, അത് ഇബ്രാഹിക്ക കണ്ടോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും വിളിച്ച് കോൺടാക്ട് ചെയ്യും. നല്ല ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾക്ക്, എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ആള്. നല്ല സന്തോഷമായി. കാരണം ഞങ്ങൾ ഇപ്പം കൂടുതലൊന്നും പോയിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വരികയാണ് ഇവിടെ വന്നപ്പോ ഭയങ്കര മനസ്സറിഞ്ഞിട്ടോ, ഭയങ്കര ഉഷാറായി. അതെ, ഞങ്ങള് നല്ലൊരു മഴയൊക്കെ ഉണ്ടായി. കടന്നുറങ്ങിയിട്ടുള്ള വൈകിട്ടുള്ള അതന്നെ പരിപാടികളും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്, ഞങ്ങളെ പാക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടുത്തെ ഒരു ഫീലിംഗ് പറഞ്ഞാല് നമ്മളൊരു എസ്റ്റേറ്റിൽ ഒരു വീട് എടുത്തുകാണ്ട്, നമ്മൾ സ്വന്തം വീട് എടുത്താണ് താമസിക്കൂലേ, ആ ഒരു ഫീലാണ് ഇവിടെ വന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഹോം സ്റ്റേ. അതാണ് ഹോം സ്റ്റേ, അല്ലാതെ റിസോർട്ട് ഒന്നും അല്ല. ഒരു ഹോം സ്റ്റേ, പ്യുവർ ഹോം സ്റ്റേ ആണ് വിത്ത് പൂൾ. അപ്പൊ ബാക്കി വെരി സലിമക്ക, ബാക്കി നമ്മളെ വീഡിയോസിൽ കാണാം. കേട്ടോ. ഗായ്സ്, റിസോർട്ട് ഞങ്ങൾ വന്ന് ക്ഷീണിതരാണ്. റെസ്റ്റ് ഒക്കെ എടുക്കുന്ന തണുപ്പ് വൈബും നല്ല ചൂട് കട്ടനും ജിഞ്ചർ ടീ കേട്ടോ. നമ്മളെ നൗഷാദൊക്കെ ഉണ്ടാക്കിയ സ്പെഷ്യൽ സാധനം, അടിപൊളി. ഉറങ്ങാൻ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഉറങ്ങി, ഒരു സുഖസുന്ദരമായിട്ട് ഒരു 3 മണിക്കൂർ അടിപൊളിയായിട്ട് ഉറങ്ങി. നല്ല ക്ലൈമറ്റ്. എന്നാ ഷാനോ ചായ അടിച്ചോ? ചെറുമട്ടത്തിൽ പറഞ്ഞു കടയിലൊന്നും പോയി വരട്ടെ. ബിസ്ക്കറ്റും മിക്സറും വന്നിട്ട് നമുക്ക് വന്നപ്പോ എടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് കുറേ ദിവസമായില്ല, അപ്പൊ അത് അപ്ലോഡ് ചെയ്യാണ്. ഇനി പുറത്ത് പോയി എന്നിട്ട് കാണാം. ബോസ് ഇല്ല, ബോസ് പോരുന്നില്ലല്ലോ, ബോസ് അവിടെ ലോക്കായി. അപ്പം ഞങ്ങളോട് വ്ളോഗൊക്കെ എടുക്കാൻ പറഞ്ഞേക്കണേ, ഞങ്ങൾ പോയി വരാം. ഗൈസ്, വൈകുന്നേരത്തെ ചായക്കടി വാങ്ങാൻ വന്നതാ. ഗൂഗിൾ പേ ഇല്ല, ഗൂഗിൾ പേ ആണ് പ്രശ്നം. ഗൂഗിൾ പേ ഇരിക്കാ ഗൂഗിൾ പേ ഉണ്ട്.
ഇവിടെ അമ്പലണ്ട് നല്ല പാട്ടാ. പാട്ടൊക്കെ ചെയ്യും. നല്ല തപ്പാങ്കൂത്താണ് അമ്പലത്തിലെ പാട്ട്. കടല എത്ര പാക്കറ്റ്? മറ്റേ പച്ചയും ചോപ്പും യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയണം. അതെ, അതിന് ഒരിക്കലും മറ്റൊരു കാര്യം ഒരു കാര്യമില്ല. എത്ര കാലം പഠിച്ചിരിക്കും? ഒരു ബസ്സാണ് വരുന്നത്. അപ്പൊ സൈഡാക്കി അവിടെ സൈഡിൽ ഇത്രല്ല മാന്യന്മാരവിടെ കേരളമല്ല. ആലോചിച്ച് എന്ത് രസം കാണാൻ. സ്കൂൾ ബസ്സാണ്. കേരളമാണ് ഇപ്പൊ അങ്ങോട്ട് തിരികെ വന്നിട്ടുണ്ടാവും. ആ ഗ്യാപ്പ് കൂടെ ബൈക്ക് ഉണ്ടാവും. നല്ല മിച്ചറും ചായയും കുടിച്ചിരിക്കല്ലേ നമുക്ക് അവിടെ. ചായ കഴിഞ്ഞില്ലേ? നല്ല ചിക്കൻ ചുട്ടത് ഉച്ചക്കല്ലോ അടിച്ചു കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായി. ഉച്ചക്കത്തെ ചോറും സാമ്പാറും ബാക്കി ഉണ്ടാവും. ആ ചിക്കൻ കൈ കണ്ടിട്ട് ഇടാ പോവുക. ഫുഡ് കഴിക്കാതെ വരാൻ പറഞ്ഞതാണ്. ഫുഡ് കഴിക്കാതെ വന്നു. റിസോർട്ടൊക്കെ വന്നിക്കണ് പൂളി ചാടണം എന്നൊക്കെ പറഞ്ഞാണ്ട് ടൗസർ കൊണ്ടുവരാതെ ടൗസറില്ലേ? ഒരു ദിവസമുള്ളൂ. അപ്പൊ മറിഞ്ഞേ ടൗസറാ പോകെ ടൗസറാച്ചാരിക്കല് അമ്പാട് പോയി ചാടണം. അല്ലെങ്കിൽ അതല്ല ടൗസറിൽ വേണ്ടി വരും. ടൗസർ കടന്നു കയറിയും കടല അതാ രാത്രിക്കൊക്കെയുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള റഷീദ് കിച്ചൺ കാണിക്കാലോ, പ്രശ്നമില്ലല്ലോ. അടിപൊളിയല്ലേ, വൃത്തിയുണ്ട്. അങ്ങനെ മസാലയൊക്കെ ഞങ്ങള് സെറ്റാക്കി. ഞങ്ങള് ചിക്കൻ മസാല കൂട്ടി വെച്ചിക്കണ്. ഇത് വൈകുന്നേരം ഒന്ന് സെറ്റാക്കണം. പിന്നെ പൂള് ചാടാനുള്ള പരിപാടിയാണ്. പൂള് ചാടുന്നുണ്ടോ? കടലൊക്കെ തിന്നിരിക്കല്ലേ. സെലിബ്രേറ്റിനെ കിട്ടണില്ല. സെലിബ്രേറ്റ് ഉറങ്ങിയ ശേഷം ഫുള്ള് വിഷയാണ്. വിഷയം പറഞ്ഞാല് ബിസിയാണ്. ഞങ്ങള് കടിയൊക്കെ വാങ്ങി, മിച്ചറൊക്കെ വാങ്ങി, സാധനമൊക്കെ വാങ്ങി വന്നിക്കണ കടലൊക്കെ. അവിടെ തണുക്കുണ്ടോ? നല്ല തണുപ്പുണ്ട് വെള്ളം. ടൗസർ തന്നെ ഉള്ളൂ. ഞാനിപ്പോ എന്താ കാട്ടുക? ഞാൻ അവിടെ എടുത്ത് മറന്നുകൊണ്ട് പോകുന്നതാണ്. തുണിയൊന്നും ഇല്ല. എന്തായാലും വെള്ളത്തിന് തണുപ്പ് എന്താവും എന്നുള്ളത് വെരി റെഡി 1 2 3 സ്റ്റാർട്ട്. വെരി ഒരൊറ്റ ചാട്ടം. ഇത് കുട്ടികളതാണേ. ഫസ്റ്റ് ആണ് ഫുൾ ചാടണേ. എന്നാ വരി, നിങ്ങൾ ചാടുന്നത് വീഡിയോ എടുക്കാനാണ്. പൂളിലെ വിശേഷങ്ങൾ. ആയില്ലോ അതിലല്ല അങ്ങനെ ആലോചിച്ച ചാടാൻ കഴിയില്ലട്ടോ. ഒറ്റ ചാടുന്നതിന് അതിന് തണുപ്പണം.
ആ ചാടിക്കോ. അടുത്ത ആസിഫ് ചാടുന്നതാണ്. ചാടിയോ അങ്ങനെ നോക്കാൻ പാടില്ല. കുളിരുണ്ട് നല്ല തണുപ്പിട്ടോ, നല്ല തണുപ്പാണ്. തേയിലത്തോട്ടത്തിന്റെ ഇടക്ക് ഒരു പൂള്. അങ്ങനെ കരയിൽ നിൽക്കാൻ പാടില്ല. കരയിൽ തിന്നാ തണുക്കൂട്ടോ. ഇതൊക്കെ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? തെന്നോ തെന്നോ തെന്നോ. അടുത്തതായി അസിയെ ഉന്തിടുക. അടുത്തതായി നോട്ടെ നോട്ടെ. റെഡി 1 2 3. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. വറക്കൂല, തണുപ്പ് വറക്കൂല. വിറക്കണ്. നീതി കൊടുക്കണോ? സലീമാക്കാന്റെ നീരാട്ടം. കറങ്ങി കയ്യോ ആദ്യം തലടിക്കും. ചാടി ചാടി. മത്സരാക്കിയാലോ ഇനി ആരാണ് അപ്പുറത്തേക്ക് എത്താൻ നോക്കല. ആ വിളിച്ചിട്ടില്ല ഞാന്. ഓക്കെ റെഡി 1. അവിടെ ആ കമ്മിമാരാ തൊട്ടുള്ള ഫസ്റ്റ് ഇട്ടാ. വാസിണ്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. അവിടെ സലീമാക്ക കപ്പടിച്ചിരിക്കുന്നു. അവിടുന്ന് അഞ്ച്. ആ ഫൈനൽ റൗണ്ട് ആണ്. ഓക്കെ, ഒരു അവസരം കൂടെ കൊടുത്തിക്കണം സാഫിക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. സലീമാക്ക കപ്പടിച്ചിരിക്കുന്നു.
അതുകൊണ്ട് എന്താണ് പുളിച്ചാടിയിട്ടുള്ള അനുഭവം? വറച്ചിട്ട് ഭയങ്കര വറപ്പ്. എന്താ വറക്കണിങ്ങനെ? നല്ല തണുപ്പോടെ. ഔ കുളിര് കായണം. തീയിട്ട വല്ല കുഴപ്പമുണ്ടോ? വറക്കുന്നുണ്ട്. നല്ല കൂള്. ഒരുത്തം വറച്ചത് അതൊക്കെ എന്താ ഇരിക്കണ്. കോയിന് വെള്ളത്തിട്ട് വാങ്ങി കിടക്കണ്. ഇത് കണ്ടോ? നമ്മളെന്താ ചെയ്യാ? വറച്ചിട്ട് വർത്താനം പറയാൻ കഴിയണില്ല. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും തീയിട്ട് കാണാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലാതെ നിവർത്തിയില്ല. വെള്ളം കുറെ കുടിച്ചിട്ടോ? ഇവിടുത്തെ വെള്ളം ടേസ്റ്റ് നോക്കി, വെള്ളം ടേസ്റ്റ് നോക്കിക്കണേ. ഇറങ്ങി ബാവോ, ഓർക്കാത്തൊരു വരവാണ് നിങ്ങൾ വന്നത്. വളരെ സന്തോഷമുണ്ട്. പെട്ടെന്ന് വരവ് ഇങ്ങനെയൊക്കെ ആവും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അടിപൊളി, സൂപ്പർ. അപ്പുറത്ത് ആന ഉണ്ട്, കടുവുണ്ട്, പുലിയൊക്കെ ഉണ്ടല്ലോ. പേടിച്ച് വരച്ച് കണ്ടവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ വറക്കുന്നുണ്ട്. ഇനിയിപ്പോ ആനന്റെ കാണിക്കൂടി ഇവിടേക്ക് ഓടാനാ. എന്താ ചെയ്യാ? ബാക്ക് പറഞ്ഞാലും സ്വർഗല്ലേ. ബാക്ക് പറഞ്ഞാൽ സ്വർഗാണ്. മുന്നേക്ക് ആടെ കടുവന്റെ മുന്നേക്കും. എന്ത് ചെയ്യാ? ആകെ കുടുങ്ങിയിരിക്കണ നമ്മള്. ആസാഫിന്റെ പാട്ട്, ഒരു പാട്ട് വരച്ചിട്ട് ചെയ്യാം. ഒരു പാട്ട് എടുക്കുന്ന പാടണ്ടേ? റിസോർട്ട് ഉണ്ടോ? സെറ്റാണ് നമ്മുടെ റിസോർട്ട്. ഉണ്ടോ? എല്ലാ സൗകര്യത്തോടും കൂടിയാണ്ട് നമുക്ക് എല്ലാ സെറ്റപ്പ് ആക്കി തന്നിക്കണം. അടിപൊളി സ്ഥലം. എല്ലാം കൊണ്ടും നല്ല താഴത്തേക്ക് നോക്കി നല്ല കാഴ്ചകളാണ്. ഇഷ്ടംമാതിരി തേയില. പക്ഷെ മൃഗങ്ങൾ ഉണ്ട് കേട്ടോ, നല്ല കരുതണം. കാരണം വെച്ചാല് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. കണ്ടോ? സീനിയറി സ്ഥലങ്ങളാണ്. അതാ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത്. പക്ഷെ ഞങ്ങളൊരു കമ്പനി കൂട്ടിലിട്ടിക്കാണ്. ഞങ്ങള് കൂട്ടിലിട്ടിക്കണ തന്നെ. അയ്യോ, ഞാനും മൂപ്പര് അവിടെ ഇവിടെ സിനിമാക്കോട് നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെ നിന്നതാ, നിന്ന് പോയതാണ്. ഇങ്ങനെ വറക്കുന്ന അറിയില്ലേ. എന്തായാലും വറക്കല് വരും. പാട്ട് നേരത്തെ സ്റ്റെപ്പില്ല. ഹൃതിക് റോഷനെ ഒന്നുകൂടി അടിയാണ്. ഹൃതിക് റോഷന് ശേഷം നിങ്ങൾ കളിച്ചോളേ, എന്നാ ചാടിപ്പൂളില്.
നല്ല കൂള് വെള്ളം നൈസായിട്ടാണ്. നല്ല കൂൾ ഡ്രിങ്ക്സ് അറുമാതിക്കാണ്, നീന്തി അറുമാതിക്കാണ്. അങ്ങനെ സമയം 6:30 ഒക്കെ ആയി, ഇരുട്ടായി ഇവിടെ. ഇങ്ങനെ പൂള് വൈബുകള് ഇങ്ങനെ, പിന്നെ ഗ്രില്ല് ചിക്കൻ, അതേപോലെ സലീമാക്കന്റെ കോമഡി വർത്താനങ്ങൾ കേൾക്കുന്നു. അതാണ് ഇന്ന് കാര്യമായിട്ടുണ്ടാവുക റിസോർട്ടിലെ വിശേഷങ്ങൾ. അല്ല, ആരോ ഓഫ് ചെയ്ത്? നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേട്ടോ, അടിപൊളിയാ. അവരുണ്ടാക്കിയ ഫുഡൊക്കെ മാരക ഫുഡ്. അതിനെ കുറിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ വൻ സൂപ്പർ ഫുഡ്. സെറ്റ് ഏരിയ കേട്ടോ. അപ്പൊ കൂട്ടാ തോർത്തെടുക്കാൻ പോയതാണ് ആസിഫ്. ടർക്കിയെടുത്ത് വരും. പറയൂ സലീമാക്ക, പറയൂ സലീമാക്ക. എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഓരോ പൂളിൽ ചാടുക, ഓരോ വരവ് പറയാ. ചാടിയെടുത്തോളം മതിയായിരുന്നു. വിറച്ചിട്ട് കൈ വർത്താനം പറയാൻ കൈ കാര്യം വറക്കണേ. നല്ല തണുപ്പ അവിടെ, നല്ല തണുപ്പ അവിടെ. എന്തൊരു തണുപ്പാണ്. തണുത്തിട്ടൊന്നും തണുക്ക് കാലൊക്കെ വറക്കണേ. തോർത്തുണ്ടോ? ഉണ്ടുണ്ടോ തോർത്താന്? കൂടിങ്ങ സ്ഥലാട്ടോ, നല്ല അടിപൊളി സീനറി. അതൊക്കെ ചിക്കൻ ചൂടുന്നത്, ചിക്കൻ ചൂടുന്ന ആളെ പേര് ഞാൻ മറന്നുപോയി. ആ